പൗരുഷൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രൈസ്തവ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നിരവധി ആത്മീക പ്രവർത്തനങ്ങളിലൂടെ ഈ മാധ്യമം വളരെ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു. വിശേഷിച്ച് ഈ മാസം നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും ആത്മീക ഉന്നമനങ്ങൾക്കുമൊക്കെയായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിഷയം പുതുക്കപ്പെടുക എന്നുള്ളൊരു വിഷയമാണ്. അതിനെ അധികരിച്ചുകൊണ്ട് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചസ്സുകൾ നിങ്ങൾക്ക് കൈമാറുവാനിടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന് വളരെ അനുഗ്രഹവും വിടുതലും മാറ്റങ്ങളുമൊക്കെ കൈവരിക്കുവാൻ ഉതകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരാവർത്തി കൂടെ ഈ മാധ്യമത്തിലൂടെ ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈമാറുമ്പോൾ കർത്താവ് വചനത്തിലൂടെ ആഗ്രഹിക്കുന്ന എല്ലാ മാറ്റങ്ങളും പുതുക്കപ്പെടുന്ന അനുഭവങ്ങളും നിങ്ങളിൽ സംജാതമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നുവരെയും കാണാത്തൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ഒരിക്കൽ കൂടെ ഉറപ്പിക്കപ്പെടുകയാണ്. അത് ഇന്നൊരു ദൈവപ്രവൃത്തിയായി, പ്രത്യക്ഷതയായി, മാറ്റങ്ങളായി, ഉദ്ധാരണങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തൻ അതിനെ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ തുടർന്നുള്ള ദൈവവചന ഘോഷണത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പുതുക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ദൈവത്താൽ പ്രാപിക്കപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആന്തരികമായി സംഭവിക്കുന്ന ഈ പുതുക്കപ്പെടൽ കേവലം നമ്മുടെ ആത്മീക ജീവിതത്തിന് മാത്രം എന്തെങ്കിലുമൊക്കെ മാനങ്ങൾ വരുത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞിടകളിൽ നിങ്ങളിൽ വെളിപ്പെട്ട വചനങ്ങളും അതിൻ്റെ ആശയങ്ങളും നിങ്ങളിൽ ആന്തരികമായിരിക്കുന്ന ഒരു പുതുക്കം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവത്തിൻ്റെയും വചനത്തിൻ്റെയും സത്യസന്ധമായിരിക്കുന്ന ചിന്തകളെ ഹൃദയത്തോട് അടുപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഏത് വ്യക്തിയും പുതുക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിലും കർത്താവിനാൽ ചില പുതുമകൾ വെളിപ്പെടുമെന്നുള്ളതാണ്. അത് കേവലം ഒരു അഭ്യൂഹമോ അനിശ്ചിതത്വമോ ആയൊരു ആശയമല്ല. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ ഏതൊക്കെ നിലവാരത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ ആത്മീകമായി പുതുക്കപ്പെട്ടിട്ടുണ്ടോ അതിനനന്തരമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില പുതിയ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരച്ചു കാണിക്കാനാണ് ഈ പ്രഭാതത്തിൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കേണ്ടതിന് വേണ്ടി ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. പുതിയ ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പൗലോസിൻ്റെ ലേഖനങ്ങളെ അപേക്ഷിച്ച് മറ്റ് 7 ലേഖനങ്ങൾ 4 എഴുത്തുകാർ. ഈ എഴുത്തിൻ്റെ ഉദ്ദേശം കേവലം ഒരു പ്രാദേശിക സഭയുടെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറമായി അന്നത്തെ കാലത്തുള്ള എല്ലാ സഭകളെയും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് അതിൻ്റെ സമരമുഖങ്ങളിൽ ജയാളികളായി നിർത്തുവാൻ വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളാണ് പൗലോസിൻ്റെതല്ലാത്ത ലേഖനങ്ങൾ. അതിനെല്ലാം കൂടെ ചിന്തകന്മാർ കൊടുത്തിരിക്കുന്നത് പൊതുലേഖനങ്ങൾ എന്നൊരു നാമകരണമാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വളരെ തിളക്കമാർന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനമെന്ന് പറയുന്നത്. ഈ ലേഖനത്തെക്കുറിച്ചുള്ള നിരീക്ഷകന്മാരുടെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരി നാമകരണങ്ങളുണ്ട്. പുതുനിയമത്തിൻ്റെ സദൃശവാക്യമെന്ന് ഈ ലേഖനത്തെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മികമായ വശങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ദൈവദാസനായിരിക്കുന്ന ശലോമോനാൽ വിരുദ്ധമായിരിക്കുന്ന സദൃശവാക്യങ്ങളിലെ ആശയങ്ങളുമായിട്ട് ഏതാണ്ട് കിടപിടിക്കുന്ന ആശയങ്ങൾ വാരി നിറച്ചിരിക്കുന്ന ഒരു ലേഖനമായി ഇതിനെ പരിഗണിച്ചുകൊണ്ടാണ് ചിന്തകന്മാർ പുതുനിയമത്തിൻ്റെ സദൃശവാക്യമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ കഥാപാത്രം, ഈ എഴുത്തുകാരൻ വളരെ
പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന പേര് വളരെ പൗരാണികമായിരിക്കുന്നൊരു നാമമാണ്. പഴയനിയമം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ പേരിൻ്റെ അർത്ഥം നല്ലൊരർത്ഥമല്ല. പക്ഷെ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 5-ൽ പരം കഥാപാത്രങ്ങളുടെ പേര് യാക്കോബ് എന്നാണ്. ഒരിക്കൽ അപമാനം പേറിയ ഈ നാമധേയം എന്തുകൊണ്ട് ഇത്രമാത്രം ജനകീയമായി മാറിയെന്ന് ഞാനിങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് നൽകിയിരിക്കുന്ന ചരിത്ര ബോധം ഇതാണ്. നമുക്കറിയാം, യാബോക്ക് കടവിൻ്റെ തീരത്ത് സംഭവിച്ച ദൈവികമായിരിക്കുന്ന സന്ദർശനം യാക്കോബിൻ്റെ ചരിത്രത്തിൽ പുതിയ മാനങ്ങൾ വരുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഞാനിത് നിങ്ങളോട് സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയം കൈവരിക്കപ്പെട്ട് പേരിൻ്റെ പുറകിലോ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പേരിലോ ഏതെങ്കിലുമൊക്കെ നിലവാരങ്ങളിൽ അപമാനം പേറി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ കൈമാറുന്നു. ഏത് അപമാനത്തെയും, ഏത് പേരുദോഷത്തെയും, ഏത് കെടുതികളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട്. അത് ദൈവസാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. യാബോക്ക് കടവിൻ്റെ തീരത്ത് താൻ ഒറ്റയ്ക്കല്ല. ആ രാത്രിയെ പകലാക്കി മാറ്റിയപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൂതൻ അവിടെ വെളിപ്പെട്ടു. ഞാൻ ആത്മാവിലൊരു പ്രവചനം പറയാം. ദൈവസ്ഥലം മുട്ടുമടക്കുന്നവരൊന്നും പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നെയല്ല. ആരും നിൻ്റെ കൂടെ കൈപിടിച്ച് പ്രാർത്ഥിക്കാനില്ലെങ്കിലും, ആരും നിൻ്റെ കണ്ണുനീരൊപ്പാനില്ലെങ്കിലും, കുടപ്പുറപ്പേ ഞാൻ ശക്തമായിട്ട് നിന്നെ കൈമാറാം. നിൻ്റെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്താൻ, നിൻ്റെ കണ്ണുനീരൊപ്പാൻ, നിൻ്റെ നിരാശകളെ ഒപ്പിയെടുക്കാൻ, നിൻ്റെ വികാരങ്ങളെ, അതിൻ്റെ അകത്തളത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യം ഇന്ന് പകൽ നിൻ്റെ റൂമിനകത്തേക്ക് ചലിക്കപ്പെടുകയാണ്. യാബോക്ക് കടവിൻ്റെ തീരത്ത് സംഭവിച്ച ആ ദൂതൻ്റെ സന്ദർശനം യാക്കോബിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ മാനം വരുത്തിയപ്പോൾ ആ പേരിൻ്റെ കെടുതികൾ മാറ്റിക്കൊണ്ട് ദൂതൻ പറഞ്ഞൊരു പ്രയോഗം നമുക്കറിയാം. ഇന്നു മുതൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അർത്ഥം മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ പ്രഭുവാണ്. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിലില്ല. ശാപം പേറുന്ന ജീവിതമാണോ താങ്കളുടെ ജീവിതം? അപമാനം പേറുന്ന ജീവിതമാണോ താങ്കളുടെ ജീവിതം? താങ്കളുടെ അഡ്രസ്സിൻ്റെ പുറകിൽ, താങ്കളുടെ പേരിൻ്റെ പുറകിൽ താങ്കളുടെ തലമുറകൾ, താങ്കളുടെ ഭർത്താവ്, താങ്കളുടെ ഭാര്യ വരുത്തിവെച്ച അപമാനങ്ങൾ താങ്കളുടെ കുടുംബത്തിൻ്റെ യശസ്സിനെ താഴ്ത്തിക്കെട്ടിയിട്ടുണ്ടോ? ഇന്ന് പകൽ ആത്മാവ് ഞാൻ കൈമാറുന്നു. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള ആശ്രയം, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ നിങ്ങളുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളത് അന്ധവിശ്വാസമല്ല. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമാകുമ്പോൾ അനുഭവത്തിന് വിളിച്ചത് ഞാൻ കൈമാറുന്നു. യാബോക്ക് കടവിൻ്റെ തീരത്ത് വെളിപ്പെട്ട ദൈവസാന്നിധ്യം നിങ്ങളുടെ പേരിൻ്റെ പുറകിലുള്ള ചില അപമാനങ്ങളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പുറകിലുള്ള ചില അപമാനങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ആത്മാവി ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ടോ ആ ഒരു സന്ദർഭത്തോടെ ആ പേര് ജനകീയമായി മാറി. ഇവിടെ ഈ പുസ്തകം എഴുതിയത് യാക്കോബാണ്. ഒറ്റവാക്കിൽ പറഞ്ഞ് ആ പേരിനെ വിടാൻ പറ്റില്ല. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് യാക്കോബിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശുവിൻ്റെ സഹോദരനായി യാക്കോബ് നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വാക്കുകൊണ്ട് പോലും യാക്കോബ് തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ യേശുവിൻ്റെ ബ്രദർ എന്നല്ല, ഞാൻ യേശുവിൻ്റെ ദാസനെന്നാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നിങ്ങൾ പഠിക്കണം. അവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ യേശുവിൻ്റെ ബ്രദർ എന്നല്ല, ഞാൻ യേശുവിൻ്റെ ദാസനെന്നാണ്. ഞാൻ അറിയാനുള്ള ത്വര കൊണ്ട് യാക്കോബിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ട് ഇത്രയും അറിയപ്പെടുന്ന ഒരു പൈതൃകത്തിനകത്ത് പുറത്തു വന്നിട്ടും ഒരു വാക്കിൽ പോലും അങ്ങ് എൻ്റെ സഹോദരൻ യേശുവാണെന്നും ഞാൻ യേശുവിൻ്റെ സഹോദരനാണെന്നും പറയാതെ ഈ ദാസ്യത്വം എന്ന നാമധേയത്തെ ശിരസ് വഹിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ യാക്കോബും അവനന്വേഷിച്ചുകൊണ്ട് എനിക്ക് കൈമാറിയിരിക്കുന്ന ഒരു വചനത്തിൻ്റെ വെളിപ്പാടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് യാക്കോബേ അങ്ങനെ ഉന്നതമായിരിക്കുന്ന ഒരു ബന്ധം പുറകിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങ് ആ ബന്ധത്തിന് ചുവട് പിടിച്ചു പോയില്ല? യാക്കോബ് പറയുന്നത്, ജഡപരമായ ബന്ധം കൊണ്ട് എനിക്ക് യേശുവിൽ നിന്നും പ്രാപിക്കാൻ പറ്റില്ല. യേശുവിനോട് എനിക്കുണ്ടാകേണ്ട ബന്ധം ജഡപരമായ ബന്ധമല്ല, ഒരു ആത്മബന്ധമാണ്. നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ ഈ ചിന്തയെ അരക്കിട്ടുറപ്പിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സുഹൃത്തെ, സഹോദര, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മതത്തിലോ ഏതെങ്കിലുമൊക്കെ വിശ്വാസത്തിലോ ഒക്കെ പെട്ടതായിരിക്കാം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, ബൈബിൾ എന്ന് പറയുന്ന സമാഹാരം ബന്ധങ്ങളുടെ പുസ്തകമാണ്. ബന്ധങ്ങളുടെ പുസ്തകം. ഇസ്രായേലിൻ്റെ ശില്പിയായിരിക്കുന്ന അബ്രഹാമും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേര് സ്നേഹിത ബന്ധമെന്നാണ്. തുടർന്നിങ്ങോട്ട് വരുമ്പോൾ ഇസ്രായേൽ നേതാവായി അറിയപ്പെട്ട മോശ ഈ അതുല്യ പ്രതിഭയുമായിട്ട് ദൈവം ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു. ആ ബന്ധത്തിൻ്റെ പേര് സ്നേഹിത ബന്ധമെന്നാണ്. തുടർക്കഥ പോലെ നമ്മൾ പഠിച്ചു വന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട രാജ്യം, ഈ രാജ്യത്തെ ദൈവം ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുകെട്ടി. ആ ബന്ധത്തിൻ്റെ പേര് ഭാര്യഭർത്തൃ ബന്ധമെന്നാണ്. പക്ഷേ പുതുനിയമസഭ, ഈ സഭയ്ക്ക് ദൈവം നൽകിയ ബന്ധം സ്നേഹിത ബന്ധമല്ല. ആമേൻ. ഭാര്യഭർത്തൃ ബന്ധമല്ല. ദൈവസഭയ്ക്ക് ദൈവം നൽകിയ ബന്ധം എന്താണ്? യോഹന്നാൻ ശ്ലീഹ കൈമാറിയ കരുത്തുറ്റ ചിന്ത നമ്മുടെ മനസ്സിനകത്ത് മായാതെ കിടക്കുന്നൊരു വാക്യസൂക്തമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അകത്തളത്തിൽ ആവേശം തുടിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്തോത്രം പറയാം. എന്തുകൊണ്ടെന്നറിയണ്ടേ? ദൈവം നമ്മളുമായിട്ട് ഉണ്ടാക്കിയെടുത്ത ബന്ധം സ്നേഹിത ബന്ധമല്ല, ഭാര്യഭർത്തൃ ബന്ധമല്ല, അതൊക്കെ രക്തബന്ധത്തിൽ പെടുന്നതല്ല. യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം അപ്പൻ മക്കൾ ബന്ധമാണ്. അപ്പൻ മക്കൾ ബന്ധമാണ്. ആ ബന്ധം
ബന്ധത്തിൽ ഊഷ്മളായി നിന്നുകൊണ്ട് ഞാൻ ആത്മാവി കൈമാറുന്നു. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പിതാവിൻ്റെ രക്തത്തേക്കാൾ, നിന്റെ മാതാവിൻ്റെ രക്തത്തേക്കാൾ നിന്റെ മേൽ വ്യാപരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ ചോരയാണ്. ഇന്ന് ഈ വെളിപ്പാട് നീ കയറിയാൽ ചില പാരമ്പരിക അവകാശവാദങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയാൻ പോവുകയാണ്. നിന്റെ തലമുറ ഗ്രസിച്ച, തലമുറയായി മാറി മാറി കൈമാറി വന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ, ചില വൈരാഗ്യ ചിന്തകൾ, ചില ആക്രമണ വാസനകൾ, ചില സ്വഭാവത്തിൻ്റെ അശുദ്ധമായിരിക്കുന്ന അനുഭവങ്ങൾ, ചില പാരമ്പര്യ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഹോമകുണ്ടങ്ങൾ തീർത്തിട്ടും വഴിപാടുകളും യാഗങ്ങളും യോഗങ്ങളും പദയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ നടത്തിയിട്ടും അഴിയാതെ കിടക്കുന്ന ചില പാരമ്പര്യ വിഷയങ്ങളെ എൻ്റെ യേശുവിൻ്റെ രക്തം പൊട്ടിക്കാൻ പോകുന്നെന്ന് ഞാൻ ആത്മാവി കൈമാറുമ്പോൾ ഹൃദയം തുടിക്കുന്നവർ നീരിക്കുന്ന റൂമിനകത്ത് ആ കരമടിച്ച ദൈവത്തെ ഒന്ന് ആരാധിക്കാമെങ്കിൽ ഞാൻ ആത്മാവി കൈമാറുന്നു. യേശുവിൻ്റെ മകനായി മാറിയാൽ, യേശുവിൻ്റെ പുത്രത്വത്തിലേക്ക് കടന്നു വന്നാൽ നിന്റെ ചരിത്രം മാറും, നിന്റെ കുടുംബത്തിൻ്റെ ലേബലും മാറും. നിന്റെ സ്വഭാവത്തിൻ്റെ കെടുതികളെ, പരാജയങ്ങളെ മാറ്റി ഒരു സമുന്നതായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് നിന്നെ നടത്താൻ എൻ്റെ കർത്താവ് ഇന്നും ശക്തനാണ്. സുഹൃത്തെ, ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം അപ്പൻ മക്കൾ ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ് പുത്രത്വം എന്ന് പറയുന്നത്. താങ്കൾ തൊപ്പിവെച്ചവനോ കാവിതൊരിച്ചവനോ കൊന്തയിട്ടവനോ ആരുമാകട്ടെ, യേശുവെന്ന അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിനെ ഹൃത്തടങ്ങളിൽ ഒരു രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചാൽ അവിടുന്ന് വിഭാവനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് പുത്രത്വം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നിങ്ങൾ ആരുടെയൊക്കെ മക്കളെന്നറിയപ്പെടുന്നതിനേക്കാൾ, എൻ്റെ പിതാവ് ഇന്നാരെന്ന് പറയുന്നതിനേക്കാൾ, എൻ്റെ മാതാവ് ഇന്നാളെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവം ഞാൻ യേശുവിൻ്റെ മകൻ എന്ന് പറയുന്നതാണ്. ഞാൻ ആത്മാവി കൈമാറുന്നു. ആ ഒരു പ്രഖ്യാപനം നിൻ്റെ മേലുണ്ടെങ്കിൽ, ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് നിങ്ങൾ കയറി വന്നാൽ, എന്തിന് ആ കൈ തലയിലോട്ട് എടുത്തു വെച്ചിട്ട് തൻ്റെ അടുത്തോട് പിടിച്ച് പറയണം, ഞാൻ യേശുവിൻ്റെ മകനാണ്. ഒരു ശക്തിക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല, ഒരു പാരമ്പര്യത്തിനും എന്നെ മുടിക്കാൻ കഴിയില്ല, ഒരു ആഭിചാരത്തിനും എന്നെ തകർക്കാൻ കഴിയില്ല. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ ചോരയാണ്. ആ ചോരയാൽ ഒരു വിടുതൽ ഇന്ന് പകൽ യേശു നിങ്ങളുടെ കുടുംബത്തിനകത്ത് നൽകാൻ ആഗ്രഹിക്കുക. അപ്പോൾ യാക്കോബ് ഇവിടെ പറഞ്ഞത് ഞാൻ യേശുവിൻ്റെ ബ്രദർ എന്നല്ല, ഞാൻ യേശുവിൻ്റെ ദാസൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബൈബിൾ വെളിപ്പെടുത്തുന്ന ചിന്ത യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം കേവലം ആത്മീക ആ ഒരു ശാരീരിക ബന്ധമല്ല, ഇതൊരു ആത്മബന്ധമാണ്. 5 അധ്യായങ്ങളുണ്ട്. 7 പ്രമേയങ്ങൾ കൊണ്ട് ഈ ഗ്രന്ഥം ധന്യമാണ്. 1-ാം അധ്യായത്തിൽ സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടും യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ഒരു പരീക്ഷയുണ്ടെന്നുള്ള വെളിപ്പാടാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റിയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ മാനസാന്തരം, നിങ്ങളുടെ രക്ഷ, നിങ്ങളുടെ വീണ്ടും ജനനം ഇതെല്ലാം ആത്മാർത്ഥതയിൽ കുതിർന്നതാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പും മാനസാന്തരവും ഒക്കെ നമ്മൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ഒരു പരീക്ഷയുണ്ട്, തർക്കമൊന്നുമില്ല. ഈ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ആരെയും ഭീതിയുടെ മതിൽക്കെട്ടിനകത്ത് കൊണ്ട് തളച്ചിടുകയല്ല യാക്കോബ് ചെയ്തത്. അതിന് സമുന്നതമായിരിക്കുന്ന 2 മഹത്വമുണ്ടെന്ന് 1-ാം അധ്യായത്തിൻ്റെ 12 യാക്കോബ് പഠിപ്പിച്ചു. എന്താണ് പരീക്ഷ? ഈ പരീക്ഷ നമ്മെ തകർക്കാനല്ല, ഈ പരീക്ഷ നമ്മെ മുടിക്കാനല്ല, നമ്മെ കൊള്ളാകുന്നവരാക്കി മാറ്റേണ്ടതിനാണ്. അപ്പോൾ അതിന് ചില സാഹചര്യങ്ങളെയോ ചില വ്യക്തികളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കും. ഒരു പക്ഷേ അതൊന്നും പ്രാർത്ഥിച്ചാൽ മാറണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചില പ്രതിസന്ധികളെ നാളെ കൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ, ചില വ്യക്തികൾ നിന്നെ വർഷങ്ങളായിട്ട് വേദനിപ്പിക്കുകയല്ലേ, ചില പ്രത്യേക വിഷയങ്ങൾ ഇന്ന് നിന്റെ ഹൃദയത്തെ ഉടക്കിയല്ലേ, ജോലി ചെയ്യാനിരിക്കുമ്പോൾ പോലും ആ മനസ്സിനകത്ത് കിടക്കുന്ന ആ മാറാത്ത ഭാരം, യാത്ര ചെയ്യുമ്പോഴും വീട്ടിനകത്ത് ചെന്ന് കയറാൻ മടിക്കുന്ന എന്തൊക്കെ വ്യക്തികൾ താങ്കൾക്കെതിരെ ഇന്നും പ്രതികൂലമായി നിൽക്കുകയല്ലേ. എന്താണ് പ്രാർത്ഥിച്ചിട്ട് മാറാത്തത്? എന്തുകൊണ്ട് ആത്മതപനം ചെയ്തിട്ടും ഈ വിഷയത്തിനകത്തുനിന്ന് എനിക്കൊരു പുറത്തുവരവില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ദൈവശാസ്ത്രത്തിൻ്റെ അടിവാരത്തിൽ നിന്ന് കൈമാറാം. 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും 3-ാം സ്വർഗത്തോളം പോയിട്ടും മാറാതെ എന്നൊരു വിഷയത്തിൻ്റെ ഒരു ഉടമയുണ്ട് ബൈബിളിൽ. അത് മറ്റാരുമല്ല, നമ്മളേവരും അഭിമാനത്തോടെ പ്രസംഗിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. 3-ാം സ്വർഗത്തിൽ പോയിട്ടും 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും തൻ്റെ ജഡത്തിലെ ശൂലം മാറിയില്ല. നിരവധി പേരുടെ പൈശാചിക ശക്തി അടിച്ച മനുഷ്യൻ, നിരവധി പേർക്ക് സൗഖ്യം കൊടുത്ത മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ പ്രശ്നം മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിക്കുന്നു ഒരു നിസ്സാര പ്രാർത്ഥനയല്ല. ഗത്സമനയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ സമാനമായ നിലയിലായിരിക്കണം ആ അതുല്യ പ്രതിഭ പ്രാർത്ഥിച്ചത്. പക്ഷേ 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് വിഷയം മാറിയില്ല. 3-ാം സ്വർഗത്തോളം പോയിട്ടും ആ വിഷയം മാറിയില്ല. ഒരുപക്ഷെ നമുക്കതിനെ ആക്ഷേപമായി തോന്നാം. പൗലോസ് പക്ഷേ സംഘർഷത്തോടെ, നിരാശയോടെ ദൈവത്തോട് പറഞ്ഞിരിക്കും, വെളിച്ചപ്പാടത്തിൻ്റെയൊക്കെ ഭൂതത്തെ ഒന്ന് നോക്കിയുള്ളൂ, ആ ശക്തിയൊക്കെ പോയി. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നെ വേദനപ്പെടുത്തുന്നത് ബൈബിൾ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമല്ല, എന്നെ
പരിശോധിക്കാൻ. എന്നെ കൂടെ കൂടിയിരിക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു പൈശാചിക സ്വാധീനമാണ്. ഇതിനെ ജയിക്കാൻ വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും തൻ്റെ വിഷയം മാറിയില്ല. ദൈവം അതിന് ഉത്തരം കൊടുത്തത് പൗലോസല്ല, അതിന് മറുപടി പറഞ്ഞത് പൗലോസല്ല. പൗലോസാണ് മറുപടി പറഞ്ഞെങ്കിൽ നമുക്കതിനെ നിരാകരിക്കാം. കർത്താവ് പറയുകയാണ്, മോനെ, ഈ ശൂലം നിൽക്കുന്നത് കൊണ്ടാണ് നിൻ്റെ അഭിഷേകം നിൽക്കുന്നത്, ഈ ശൂലമുള്ളത് കൊണ്ടാണ് നിൻ്റെ കൃപ നിൽക്കുന്നത്. ഇന്ന് പക ഞാൻ കൈമാറാം. മാറാതെ നിൽക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പൈതലേ നിന്നെ തകർക്കാനല്ല. ഇന്നും ചില വ്യക്തികൾ നിനക്ക് നൊമ്പരമല്ലേ, ചില വ്യക്തികൾ നിനക്ക് ഭാരമല്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ, അവരൊക്കെ തകർന്നു കാണാൻ ഒരുപക്ഷെ നീ കൊതിച്ചിട്ടുണ്ടാകാം. ദൈവമേ, അവരൊക്കെ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നില്ല. നടക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നിന്റെ വിഷയം മാറിയില്ലേലും അതിനെ അതിജീവിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ കൈമാറുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമോ? വിഷയം മാറിയില്ലേലും അതിനെ അതിജീവിക്കുന്ന ഒരു അതിജീവനത്തിൻ്റെ അഭിഷേകം ഇന്ന് പകൽ കർത്താവ് നിന്റെ മേൽ കൈമാറുന്നു. ഞാൻ ആത്മാവിനത് പ്രഖ്യാപിക്കുന്നു. നീ ഇരിക്കുന്ന സ്ഥാപനത്തിൽ, നീ ഇരിക്കുന്ന റൂമിനകത്ത്, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, മാറാതെ നിൽക്കുന്ന വിഷയം നിന്റെ കുടുംബത്തെ തകർക്കാനല്ല, നിന്റെ ഭാവിയെ തകർക്കാനല്ല, നിന്റെ ശുശ്രൂഷയെ തകർക്കാനല്ല. അഭിഷിക്തനെ, ആത്മാവ് നിന്നോട് പറയുന്നു, സഭകൾ മാറി മാറിപ്പോയിട്ടും ഏത് ഇവിടെ ചെന്നാലും ചില വ്യക്തികൾ നിനക്ക് വേദനയല്ലേ? ചില അഭിഷക്തന്മാർ, ചില സഭയുടെ നേതൃത്വ നിരകൾ, ചില വ്യക്തികൾ എവിടെ ചെന്നാലും നിനക്ക് തലവേദനയായി മാറുകയല്ലേ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ എനിക്ക് ഉദാഹരിക്കാനുള്ളത് പൗലോസിൻ്റെ ചരിത്രമാണ്. പരീക്ഷ നിന്നെ തകർക്കാനല്ല, കൊള്ളാകുന്നവനാക്കി മാറ്റാനാണ്. 1-ാം അധ്യായം പൗലോസ്, ഈ ദൈവദാസനായിരിക്കുന്ന യാക്കോബിൻ്റെ ശക്തമായ പ്രഖ്യാപനം, പ്രബോധനം. രക്ഷിക്കപ്പെട്ടവർക്ക് പരീക്ഷയുണ്ട്. 2-ാം അധ്യായത്തിൽ 2 കാര്യമാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. 1 മുതൽ 13 വരെ ആ മനുഷ്യൻ പഠിപ്പിക്കുന്നു, ദൈവമക്കളെ, നമുക്ക് മുഖപക്ഷം പാടില്ല. ഞാൻ അതിനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 2-ാം ഭാഗത്തിൽ 14 മുതൽ 26 വരെ അദ്ദേഹം പറയുകയാണ്, നമുക്ക് വിശ്വാസം മാത്രം പോരാ, നമുക്ക് പ്രവൃത്തിയും കൂടെ വേണം. അവിടെ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചാരിറ്റിയാണ്. സഭ രക്ഷിക്കപ്പെട്ട ഏത് ദൈവമക്കൾക്കും ചാരിറ്റി അനിവാര്യമാണ്. 3-ാം അധ്യായം ഗംഭീരമാണ്. നാവെന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം, അത് വരുത്തുന്ന ദുർവിനിയോഗങ്ങളാണ് 3-ാം അധ്യായം. 4-ാം അധ്യായം ശണ്ഠയും കലഹവുമാണ്. 5-ാം അധ്യായം 1 മുതൽ 6 വരെ ധനവാന്മാരുടെ മേൽ വരുന്ന ന്യായവിധിയാണ്. ശേഷിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് 2 ചരിത്ര പുരുഷന്മാരെയാണ്. അതിലൊരാൾ ഏലിയാവാണ്, മറ്റൊരാൾ ഇയ്യോബാണ്. പ്രാർത്ഥനയ്ക്കുദാഹരണം ഏലിയാവ്, സഹിഷ്ണുതയ്ക്കുദാഹരണം ഇയ്യോബ്. നാം വായിച്ച വചനം ഇതാണ്, 5:11. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഈ പുതുക്കപ്പെടലിൻ്റെ ഈ മാസം, ഈ പ്രമേയത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പുതുക്കപ്പെടൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു പുതുമ ആഗ്രഹിക്കുന്ന ദൈവമക്കളോട് ഞാൻ കൈമാറുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി വരുത്തുന്ന ചില അവസാനങ്ങൾ എന്നൊരാശയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വരുത്തുന്ന അവസാനങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവ് വരുത്തുന്ന അവസാനങ്ങൾ എന്നുള്ള ഈ ചിന്ത കേവലം പുതിയ നിയമത്തിൻ്റെ മാത്രം ഒരാശയമല്ല. 138-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു ശക്തമായ പ്രഖ്യാപനമുണ്ട്, യഹോവ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതെ, ഈ വചനത്തിൻ്റെ സത്യസന്ധത അപ്പാടെ ഹൃദയത്തിൽ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന സകല പ്രിയമുള്ളവരോടും പറയുന്നു, കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില അവസാനങ്ങളെ വരുത്തുവാൻ ആഗ്രഹിക്കുക. അത് നീ കരയുന്ന വിഷയത്തിനാകാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനാകാം, താങ്കളുടെ നിരാശയ്ക്കാകാം, ടെൻഷനാകാം, അലഞ്ഞു നടക്കുന്ന വലയ്ക്ക് കളയുന്ന ചില ഗതികേടുകളുടെ അനുഭവങ്ങളോടാകാം. വല്ലായ്മകളും ഇല്ലായ്മകളും വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിതം അമ്പെ പരാജയപ്പെട്ടെന്ന് സാഹചര്യങ്ങൾ വിധിയെഴുതുന്ന സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാം. എന്നിതൊന്ന് അവസാനിക്കും, എന്നൊരു മാറ്റമുണ്ടാകും, എന്നിതിനകത്തുനിന്ന് എനിക്കൊരു പുറത്തുവരവും ഉണ്ടാകുമെന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തെ സ്വയം പഠിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അഭിമാനപുരസരം വചനത്തിൻ്റെ സത്യസന്ധത നിന്നുകൊണ്ട് ഞാൻ കൈമാറും, ദൈവമക്കളെ, തുടരില്ല. ഇന്നു പകൽ നിന്റെ വിഷയത്തിന് ഒരവസാനം വരുത്താൻ, അതിനൊരു അവസാനം കുറിക്കാൻ കഴിയുന്നൊരു ദൈവം ഇന്നു പകൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവ് വരുത്തുന്ന അവസാനങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവ് വരുത്തുന്ന അവസാനങ്ങൾ ദുരന്തങ്ങളല്ല, കർത്താവ് വരുത്തുന്ന അവസാനങ്ങൾ അനർത്ഥങ്ങളല്ല. കർത്താവ് വരുത്തുന്ന അവസാനങ്ങൾ ചില വിടുതലുകളാണ്, ചില പുറത്തുവരവുകളാണ്, ചില സൗഖ്യങ്ങളാണ്, ചില കരുതലുകളാണ്. എല്ലാം കൂടെ അവതരിപ്പിക്കാൻ ഞാൻ മുതിരാതെ നമുക്ക് പര്യാപ്തമായ നിലയിൽ ചില ആശയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വരുത്തുന്ന അവസാനങ്ങൾ. ഈ സന്ദേശത്തിലൂടെ നമ്മുടെ ആയുസ്സിനെ ഒരു 100 വർഷം ഇവിടെ ജീവിപ്പിക്കാമെന്ന ഉദ്ദേശം എനിക്കില്ല. മനുഷ്യജീവിതം ക്ഷണികമാണ്. പക്ഷെ ഞാനൊരു കാര്യം ഈ വചനത്തിന് വിളിച്ച് നിങ്ങൾ കൈമാറാം. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും വാഗ്ദത്വവും തീർന്നിട്ടില്ലെങ്കിൽ ഒന്നിനും നമ്മെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് ജീവിതത്തിൽ മാറി മാറി പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മേളിക്കപ്പെടുമ്പോഴും പലയിടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട പശ്ചാത്തലങ്ങൾ, നിനക്ക് സംഭവിച്ച രോഗങ്ങൾ ബാധിച്ച് അനേകർ മൃതിയുടെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴും, സംഭവിച്ച ആക്സിഡൻറ്റുകൾക്കകത്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടപ്പോഴും,
ഇന്നും ജീവനോടെ ഭൂമിയുടെ വരപ്പിൽ ഇരിക്കുമ്പോഴും വെല്ലുവിളികൾ മുൻപിലുണ്ടാകാം. പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം, താങ്കളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ലെങ്കിൽ താങ്കൾക്ക് താങ്കളെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. മാരക രോഗങ്ങൾക്ക് അടിമയാകാം, പ്രശ്നങ്ങളുണ്ടാകാം, കടഭാരങ്ങളുണ്ടാകാം, ജീവിതത്തിൽ തോൽവി മാത്രമാകാം സംഭവിക്കുന്നത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മേലുള്ള വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ആർക്കും നിന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. സുഹൃത്തെ, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സഹോദരി, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. പിതാവേ, മാതാവേ, താങ്കളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തീർന്നിട്ടില്ലെങ്കിൽ ഇന്ന് താങ്കൾ നേരിടുന്ന ഒരു പ്രതിസന്ധിക്കും ഒരു പ്രശ്നങ്ങൾക്കും താങ്കളെ തകർക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, താങ്കളുടെ മേലുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും താങ്കളുടെ ജീവിതത്തിന് വില പറഞ്ഞവരില്ലേ? താങ്കളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചവരില്ലേ? എന്തുകൊണ്ട് അവരുടെ കത്തിയുടെ മുൾമുനയിൽ താങ്കൾ തകർന്നില്ല? എന്നെ കേൾക്കുന്ന സുഹൃത്തെ, താങ്കൾ എഴുതി വയ്ക്കണം, മറ്റുള്ളവൻ്റെ കത്തിയുടെ മുൾമുനയ്ക്കകത്ത് താങ്കൾ അവസാനിച്ചില്ലെങ്കിലും അതിൻ്റെ ഉത്തരം മറ്റൊന്നല്ല, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി താങ്കളുടെ മേൽ മറഞ്ഞു കിടക്കുക. താങ്കൾ ആരുമാകട്ടെ, ഈ ക്രൈസ്തവ വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണെങ്കിലും ആത്മാവ് ഈ പ്രഭാതത്തിൽ താങ്കളെ നോക്കി പ്രവചിക്കുന്നു, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അനേകർ താങ്കളുടെ ജീവിതത്തിൽ വില പറഞ്ഞതല്ലേ? അവസാനിപ്പിക്കാൻ പതിയിരുന്നതല്ലേ? എന്തുകൊണ്ട് തീർന്നില്ല? എന്തുകൊണ്ട് താങ്കളെ വകവരുത്തിയില്ല? ഉത്തരം ഒന്നേ ഉള്ളൂ, താങ്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ല. അങ്ങനെ പദ്ധതി തീരാത്ത സകല ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് നിനക്ക് വേണ്ടി ഒരവസാനം വരുത്താൻ പോകുക. ഇവിടെ ഈ ചിന്തയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് വെളിപ്പെടുത്താനുള്ളത് ബൈബിളിലെ മറ്റു കഥാപാത്രങ്ങളെയല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന അതുല്യനായിരിക്കുന്ന ഇയ്യോബിനെ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ ജീവിത പശ്ചാത്തലം നമ്മളൊന്ന് വിശകലനത്തിൽ വിധേയപ്പെടുത്തിയാൽ ഈ പറഞ്ഞ വാഗ്ദത്ത്, ഈ പറഞ്ഞ വചനവും ഈ പറഞ്ഞ പ്രമേയവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ബന്ധമുള്ളതാണ്. ഇയ്യോബ് ഏതാണ്ട് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് സമകാലികനായി ജീവിച്ച മനുഷ്യൻ, എഴുതപ്പെട്ട പ്രമാണമില്ലാത്ത കാലത്തിൽ വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട കരുത്തുറ്റ ആത്മീയൻ. ആ മനുഷ്യനെക്കുറിച്ച് സ്വർഗത്തിൽ നടന്ന ഒരു സംഭാഷണം. 2 പ്രാവശ്യം ദൂതന്മാർ ദൈവസ്ഥലം നിൽക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒപ്പം പിശാചും ക്ഷണിക്കപ്പെടാതെ ചെന്ന പിശാചിനെ കണ്ട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ആ പ്രയോഗം നമ്മൾ അടിവരയിട്ട് പഠിക്കണം. എന്തുകൊണ്ടെന്നറിയണ്ടേ? ഊസ് ദേശത്തിൻ്റെ മണൽത്തിരികൾക്ക് മാത്രം പരിചിതനായിരിക്കുന്ന ഒരു കഥാപാത്രമല്ലായിരുന്നു ഇയ്യോബ്. സ്വർഗത്തിന് ഇയ്യോബ് പരിചിതനായിരുന്നു. ഞാൻ പറയുന്നത്, താങ്കളുടെ പഞ്ചായത്തിൽ, താങ്കളുടെ ദേശത്ത്, താങ്കളുടെ ജില്ലയിൽ, താങ്കളുടെ സ്റ്റേറ്റ്, താങ്കളുടെ രാജ്യത്ത് എന്നെ നിങ്ങളെ ആരും അറിയുന്നുണ്ടോ, ആരൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം. സ്വർഗം നമ്മെ അറിയുന്നതാണ് ഏറ്റവും വലിയ വിഷയം. പ്രിയമുള്ള കൂടപ്പിറപ്പേ, താങ്കളുടെ പഞ്ചായത്തിലോ താങ്കളുടെ സഭയിലോ താങ്കളുടെ ഇടവകയിലോ താങ്കളെ ആരും അറിഞ്ഞില്ലെന്നർത്ഥം ഭാരപ്പെടേണ്ട. നിങ്ങളെ അറിയുന്നൊരു സ്വർഗം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. എൻ്റെ ഹൃദയത്തിനകത്ത് ആവേശം നൽകിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഊസ് ദേശത്തിൻ്റെ മണൽത്തരികൾക്ക് മാത്രം പരിചിതനായിരിക്കുന്ന ഒരു കഥാപാത്രമല്ല, സ്വർഗത്തിന് ഇയ്യോബ് നല്ല പരിചിതനായിരുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു, നമ്മുടെ കേരളമോ നമ്മുടെ ഇന്ത്യയോ നമ്മൾ വസിക്കുന്ന നമ്മെ പഞ്ചായത്തോ നമ്മെ അറിയുന്നല്ല വിഷയം, നമ്മെ സ്വർഗം അറിയണം. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, താങ്കളെ ദൈവം അറിയുന്നുണ്ടോ? താങ്കളെ ദൈവം അറിയുന്നുണ്ടെങ്കിൽ ആരും അറിഞ്ഞില്ല എന്നുള്ള ഭാരം താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് വഴിമാറി പോകട്ടെ. ഇന്ന് നിങ്ങളുടെ സങ്കടം അറിയുന്ന, നിങ്ങളുടെ രോധനം അറിയുന്ന, താങ്കളുടെ നിരാശ അറിയുന്ന, താങ്കളുടെ അപജയങ്ങൾ അറിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. എന്നെ ആരും അറിയുന്നില്ലേ? ഒരിക്കൽ അതുല്ലാം ഗുഹയ്ക്കകത്ത് അകപ്പെട്ട ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാസ്വരമുണ്ട്, വലത്തോട്ട് നോക്കി, കാരണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു. ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ കന്യകമാരുടെ ഇടയിൽ ശക്തമായിരിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. പക്ഷേ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ, തൻ്റെ ഏകാന്തതയ്ക്കകത്ത് തന്നെ അറിയുന്നവൻ ആരുമില്ലാതായി പോയി. അതുപോലെയല്ലേ താങ്കളുടെ ജീവിതം? ഒരു കാലഘട്ടത്തിൽ താങ്കളോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു, താങ്കളെ സ്നേഹിക്കാനും താങ്കളോടൊപ്പം സഞ്ചരിക്കാനും ഒന്നിച്ച് ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും ഒക്കെ താങ്കളുടെ സുഖ ദുഃഖ സമ്മിശ്രമായ മേഖലകളിൽ ആളുകളുണ്ടായിരുന്നു. ഇന്നത്തെ താങ്കളുടെ ഏകാന്തതയ്ക്കകത്ത്, ഇന്നത്തെ താങ്കളുടെ നഷ്ടങ്ങൾക്കകത്ത് എന്ത് നിന്നേ കൂടി നിന്നവരൊക്കെ, ഒട്ടി നിന്നവരും പറ്റുന്നവരൊക്കെ ഒഴിയപ്പെട്ട് ദാവീദിനെ പോലെ അതെല്ലാം ഗുഹയ്ക്കകത്ത് അകപ്പെട്ടപ്പോൾ ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നെ അറിയുന്നവൻ ആരുമില്ല. സുഹൃത്തെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവം ചോദിക്കുക, എൻ്റെ ദാസനായ ഇയ്യോബിനെ മേൽ ദൃഷ്ടി വെച്ചോ? അവിടെ ഇയ്യോബിൻ്റെ ഭക്തിയെ ചർച്ച ചെയ്യുകയാണ്. പിശാച് 2 പ്രാവശ്യം പറഞ്ഞു, കൈ നീട്ടി ഒന്ന് തൊട്ടാൽ നിന്നെ തിരിച്ചേച്ച് ഒരുപക്ഷെ അവൻ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ചിന്തയ്ക്ക് ഒന്നാമത്തെ പ്രയോഗത്തിന്, ആശയത്തിന് വിശദീകരണം കൊടുക്കുകയാണ്. പിശാചിൻ്റെ ആഗ്രഹം എങ്ങനെങ്കിലും ഇയ്യോബ് ഒന്ന് അവസാനിക്കണമെന്നാണ്. അത് വലിയ കുഴപ്പമില്ല. ഇത് ചിന്തകൾ സ്വർഗത്തിൽ അരങ്ങേറി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനടുക്ക് വന്ന് ഇതേ ആശയം തന്നെ പറഞ്ഞു. ഭക്തി മുറുകെ പിടിക്കരുത്, ദൈവത്തെ നിഷേധിച്ചേച്ച് പോയി മരിച്ചുകളാ. എത്രയോ ഹൃദയഭേദകമാണ്, എത്രയോ ഹൃദയത്തെ തകർക്കുന്നതാണ് ആ വാക്ക്.
തൻ്റെ ജീവിതത്തിൻ്റെ സുഖദുഃഖ സമ്മിശ്ര അവസ്ഥകളിൽ കൂടെ നിന്ന് തനിക്ക് പിൻബലമേകേണ്ട ഭാര്യ പറയുകയാണ്, എങ്ങനെങ്കിലും ഒന്ന് മരിക്കണം, താങ്കൾ ദൈവത്തെ തള്ളിച്ചു പോയി മരിച്ചുകളാ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ താങ്കളുടെ അവസാനം കൊതിക്കുന്ന ഒത്തിരി പേർ ജീവിതത്തിൽ കാണാം. ഇന്ന് കൂടെ ഉണ്ടെന്നവരൊക്കെ പറയുന്നവരൊക്കെ താങ്കളുടെ തകർച്ചയിലും രോഗാതുരമായ സാഹചര്യത്തിനകത്തും താങ്കളുടെ അവസാനം കൊതിക്കുന്നുണ്ടാകാം. ഭാര്യ പറയുകയാണ്, ദൈവത്തെ തള്ളിച്ചു പോയി മരിച്ചുകളാ. ഭാര്യയുടെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനമാണ്. മൂന്നാമത്, ഇയ്യോബ് നെഞ്ചോട് ചേർത്ത് പിടിച്ച തൻ്റെ സുഹൃത്തു വലയങ്ങൾ ഒരിക്കൽ തൻ്റെ അടുക്കൽ വന്നു. തൻ്റെ രോഗാതുരമായ സാഹചര്യത്തിനകത്ത് 7 ദിവസക്കാലം നിശബ്ദരായി തന്നോടൊപ്പം വന്ന് നിലത്തിരുന്നു. ഒരു വാക്കുപോലും അവർ ഉരിയാടില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അവരുടെ ആഗ്രഹം എന്തായിരിക്കണം? ഈ രോഗം അവനെ കഷ്ടപ്പെടുത്തുകയാ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ ഇയ്യോബിൻ്റെ ചരിത്രം തീരും, അവൻ്റെ വേദന മാറും. പിശാചിൻ്റെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം, ഭാര്യയുടെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം, കൂട്ടുകാരുടെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം. പക്ഷേ പ്രത്യാശയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം വരുത്തിയ അവസാനം ഇയ്യോബിൻ്റെ അവസാനമല്ല. ഇയ്യോബിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞോ, അതിനെ എൻ്റെ കർത്താവ് അവസാനിപ്പിച്ചു. കരമരത്തിൽ സ്തോത്രം പറയാൻ പറ്റുമോ? ആരൊക്കെ നിൻ്റെ അവസാനം കൊതിച്ചാലും, ആരൊക്കെ നീ തീർന്നെന്ന് പ്രഖ്യാപിച്ചാലും, ഞാൻ ആത്മാവി കൈമാറുന്നു. പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പൈതലേ, കരഞ്ഞ ദൈവത്തിൻ്റെ ദാസനെ, വാഗ്ദത്തമുള്ള അഭിഷക്തനെ, നിൻ്റെ അവസാനമല്ല, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ചില ഗതികെട്ട വ്യാപാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ആത്മാവിൽ സ്തോത്രം പറ. ആരാധിച്ച എൻ്റെ അവസാനമല്ല, ഉപവസിച്ച് എൻ്റെ അവസാനമല്ല, പ്രാർത്ഥിച്ച് എൻ്റെ അവസാനമല്ല. വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ഒന്നിനും എന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആത്മാവി പ്രവരിക്കുന്ന സുഹൃത്തെ, കുഞ്ഞെ, സഹോദര, സഹോദരി, പിതാവേ, അഭിഷക്തനെ, നിന്റെ അവസാനമല്ല. ആരൊക്കെ നീ തീർന്നെന്ന് കരുത്തുറ്റ പ്രഖ്യാപനം നടത്തിയാലും തലേ കൈവച്ചു പറ, വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ആർക്കും എന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആത്മാവി കൈമാറുന്നു. ആരാധിച്ചവൻ്റെ അവസാനമല്ല, പ്രാർത്ഥിച്ചവൻ്റെ അവസാനമല്ല, ഉപവസിച്ചവൻ്റെ അവസാനമല്ല, കരഞ്ഞവൻ്റെ അവസാനമല്ല, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന സകലത്തെയും അവസാനിപ്പിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ താങ്കളുടെ റൂമിനകത്ത് വെളിപ്പെടുക, താങ്കൾ സഞ്ചരിക്കുന്ന വാഹനത്തിനകത്ത് വെളിപ്പെടുക, ലോകരാജ്യങ്ങൾക്കകത്ത് താങ്കളുടെ അവസാനം കുറിക്കുന്ന ആരൊക്കെ വെളിപ്പെട്ടാലും ആത്മാവ് ഞാൻ കൈമാറുന്നു. താങ്കളുടെ അവസാനമല്ല, താങ്കളുടെ മേലെ പദ്ധതി തീർന്നിട്ടില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അവസാനം വരുത്താൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ, ഇയ്യോബിന് ദൈവം വരുത്തിയ അവസാനം എന്താണ് പ്രിയരെ? ഒരിക്കലെല്ലാം അവസാനിച്ചെന്ന് തോന്നി, എല്ലാം തീർന്നെന്ന് തോന്നി. പക്ഷേ ആ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരവസാനം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയെങ്കിൽ, ഒരു കാലഘട്ടത്തിന് മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു ഭക്തന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു പരിമിതനായ ദൈവത്തെ അല്ല ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിനകത്തും ഒരു അവസാനം വരുത്താൻ, താങ്കളുടെ ചരിത്രത്തെ മാറ്റിമറിച്ച് ഒരു ശുഭകരമായിരിക്കുന്ന അവസാനം പ്രഖ്യാപിക്കാൻ കരുത്തുറ്റൊരു ദൈവം, അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവനെ ഒന്ന് സ്വീകരിക്കൂ, ഒരു പരീക്ഷണാർത്ഥമെന്ന് വിളിക്കൂ യേശുവേ എന്ന് ഞാൻ ആത്മാവി കൈമാറുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഒരവസാനം വരുത്താൻ ശക്തനാണ്. കർത്താവ് വരുത്തുന്ന അവസാന ദുരന്തങ്ങളല്ല. ഒത്തിരി ചിന്തകൾ ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. ഒരു വേള ഒരു പഠനത്തെ നമ്മൾ വിധേയപ്പെടുത്തിയാൽ ബൈബിൾ ചരിത്രത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം ഏറ്റവും കൂടുതൽ വിസിറ്റിംഗ് നടത്തിയ ഒരൊറ്റ ഭവനമേ ഉള്ളൂ, അത് അബ്രഹാമിൻ്റെ വീടാണ്. എൻ്റെ ചോദ്യം, അബ്രഹാമിൻ്റെ വീട്ടിൽ എന്തിനാണ് കർത്താവേ ഇങ്ങനെ നിരന്തരം അങ്ങ് സംസർഗം നടത്തുന്നത്? എന്തിനാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ ഇങ്ങനെ നിരന്തരം അങ്ങ് വിസിറ്റ് നടത്തുന്നത്? ദൈവം കൈമാറൊരു ആശയം പറയാം. വാഗ്ദത്തമുള്ളവനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക എന്നുള്ളത് എനിക്ക് അവനോടുള്ള നീതിയാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയാം. ദൈവത്താൽ ഒരു പ്രോമിസ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചുകൊണ്ടിരിക്കും, വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയണ്ടേ? തലമുടി നരച്ചാലും മുഖത്ത് ചുളിവുകൾ ബാധിച്ചാലും ഇനിയും ഒന്നും നടക്കത്തില്ലെന്ന് സാഹചര്യങ്ങൾ വിധി എഴുതിയാലും അബ്രഹാമെ വാഗ്ദത്തം ചെയ്ത് ഞാൻ വിശ്വസ്തനാണെന്ന് പറയാൻ ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ എൻ്റെ കർത്താവ് വന്നെങ്കിൽ പലപ്പോഴായി ദൈവം നിങ്ങൾ ഇടപെടുന്ന ഒരു ആലോചന ശ്രദ്ധിച്ച് കേട്ടോണം. നിൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, താങ്കളുടെ മേലൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ എൻ്റെ കർത്താവ് താങ്കളെ വിസിറ്റ് ചെയ്യും. എന്തിനാണെന്നറിയണ്ടേ? ദൈവം മറന്നിട്ടില്ലെന്ന് അറിയിക്കാൻ, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് അറിയിക്കാൻ. വിഷയങ്ങൾ മാറിയില്ല, പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, സാഗര സമാനമാണ്, തീജ്വാലയ്ക്ക് സമാനമാണ്, കുത്തിയൊഴുകുന്ന ഒരു നദിക്ക് സമാനമായി പ്രശ്നങ്ങൾ കയറി വരുമ്പോഴും ആത്മാവ് ഇടപെടുകയാണ്. ദൈവം മറന്നിട്ടില്ല, വാഗ്ദത്തത്തെ ബഹിഷ്കരിച്ചിട്ടില്ല, വാഗ്ദത്തത്തെ പിൻപറ്റിയിട്ടില്ല. ദൈവം പറയുന്നു, വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വാഗ്ദത്തമെല്ലാം നിവർത്തിച്ച അനന്തരം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ അതിരാവിലെ ദൈവം വന്നിരിക്കണം. വന്നിട്ട് പറഞ്ഞ്, മുഖപുരകളുടെ അകമ്പടിയില്ലാതെ പറഞ്ഞൊരൊറ്റ ആശയമുണ്ട്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. പ്രിയമുള്ളവരെ, ആ പിതാവിൻ്റെ ഹൃദയം ആ വാക്കിന് മുമ്പിൽ പിടഞ്ഞിരിക്കാം, തകർന്നു പോയിരിക്കാം. കാത്തിരുന്ന് കിട്ടിയ തൻ്റെ പിഞ്ചോമനയെ യാഗം കഴിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനം, അനുസരണത്തിൻ്റെ മൂർത്തിമഭാവമായിരിക്കുന്ന ഈ മനുഷ്യൻ
ഈ കാര്യം സാറയോട് പറഞ്ഞില്ല. ഒരുപക്ഷേ അങ്ങനെ അന്തരീക്ഷം സാറയോട് കൈമാറിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ ഒരു യാഗത്തിന് നടക്കില്ല. ദൈവത്തെ അനുസരിക്കാൻ അബ്രഹാമിന് കഴിയില്ല. എന്താണ് അതിൻ്റെ പ്രബോധനം? ദൈവത്തെ അനുസരിക്കുന്നതിൽ ആരോടും അഭിപ്രായം ചോദിക്കരുത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കർത്താവിന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു വാക്കില്ല, അതിനപ്പുറം ഒരു വ്യക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അബ്രഹാമിന് മനസ്സിലായി, എന്നോട് ഈ ആലോചന പറഞ്ഞത് വലിയവനായ ദൈവമാണ്. ഇതിനകത്ത് ഞാനൊരു മനുഷ്യൻ്റെ അഭിപ്രായത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. താങ്കളുടെ എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ ആലോചന കേട്ടതാ? എത്ര പ്രാവശ്യം ദൈവത്തിന് അരുളപ്പാട് കേട്ടതാ? ആരെയൊക്കെ ഭയപ്പെട്ട് ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരാൻ അതൊക്കെ ഒരു മതിൽക്കോട്ട ശ്രദ്ധിക്കുമ്പോൾ ആത്മാവ് ആരോടൊക്കെ പ്രവചിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിൽ ആരോടും അഭിപ്രായം ചോദിക്കരുത്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി പോകുന്നതിൽ ആരോടും ആലോചന ചോദിക്കരുത്. ഈ തരുണത്തിൽ എനിക്ക് പറയാനുള്ളത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. അവിടെ പൗലോസിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ദൈവം വേർതിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി പോകേണ്ട കാര്യം യെരുശലേമിൽ പോയി ഞാൻ മതപണ്ഡിതന്മാരോട് ചോദിച്ചില്ല, യാക്കോബിനോട് ചോദിച്ചില്ല, പത്രോസിനോട് ചോദിച്ചില്ല, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരെടുക്കാൻ ഞാൻ പോയില്ല, എൻ്റെ മാംസ രക്തങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പൗലോസേ? പൗലോസ് പറയും, എന്നോട് ആലോചന പറഞ്ഞത് എൻ്റെ വലിയവനായ ദൈവമാ. അതിനപ്പുറം ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല, അതിനപ്പുറത്തൊരു വാക്ക് എനിക്കില്ല. എൻ്റെ കർത്താവിന് എനിക്ക് ഒന്നാം സ്ഥാനമുണ്ടെന്ന് പരിഗണിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ആലോചന മനുഷ്യൻ്റെതല്ല, എൻ്റെ പ്രാവിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിൽ ആരോടും അഭിപ്രായം ചോദിക്കരുത്. സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ആലോചന കേട്ടവരാണ്. അനുസരിക്കാൻ സാഹചര്യങ്ങളിൽ കൂടെ ദൈവം എത്രയോ പ്രാവശ്യം നിങ്ങളെ പ്രബോധിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തു പറ്റി? മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ട് ദൈവിക യാഥാർത്ഥ്യങ്ങളെ കടന്നു വരാതെ, ദൈവിക ഉപദേശങ്ങളെ അനുസരിക്കാതെ പുറകോട്ട് മാറുന്നെങ്കിൽ ആത്മാവ് ഒരാവർത്തി കൂടെ താങ്കൾ ഇടപെടുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിൽ ആരോടും അഭിപ്രായം ചോദിക്കരുത്. അതിരാവിലെ തൻ്റെ പിഞ്ചോമനെ ഒരുക്കിക്കൊണ്ട് മോറിയാമലയുടെ മലമടക്ക് ചവിട്ടിക്കയറുകയാണ് ഈ മഹാരഥൻ. ചവിട്ടിക്കയറുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്തൊരു ശൂന്യതാബോധം. അവൻ തൻ്റെ വികാരം ശബ്ദിച്ചു. അവൻ വികാരം ശബ്ദമായി പുറത്തു വന്നു. പപ്പാ, യാഗത്തുള്ള യാഗവസ്തു ഇവിടെയാണ്. കരഞ്ഞ് പോകുന്ന ആ മനുഷ്യൻ ഒരുപക്ഷെ തിരിഞ്ഞു വന്ന് ദൈവം പറയാത്തൊരു കാര്യം ദൈവത്തെ അധികരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി ഒരാടിനെ നോക്കിക്കൊള്ളും. എൻ്റെ ചോദ്യം അബ്രഹാമിനോടാ. അബ്രഹാമേ, യേശു നിന്നോട് പറഞ്ഞോ? യഹോവ നിന്നോട് പറഞ്ഞോ ആടിനെ കരുതുമെന്ന്? ഒരിക്കലുമില്ല. പിന്നെ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്നാ? ഞാൻ ഈ പ്രയോഗത്തിന് പേര് കൊടുക്കാം. ഇതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. മനസ്സിലായില്ല? അബ്രഹാമിനറിയാം മോറിയാമലയുടെ ഉച്ചയിൽ മിനിറ്റുകൾ കഴിയുമ്പോൾ തൻ്റെ തലമുറ ഒരുപിടി ചാരമായി തീരുമെന്ന്. പക്ഷേ ആ സംഭവം നടക്കുമ്പോഴും തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെ വരും. തൻ്റെ കൈക്ക് പിടിച്ചു വരാൻ തൻ്റെ പിഞ്ചോമനെ കാണത്തില്ലെന്ന് ഉത്തമ ബോധ്യം അകത്ത് ഭരിക്കപ്പെടുമ്പോഴും തൻ്റെ വിശ്വാസം താൻ കൈമോശം വരുത്തിയില്ല. അവൻ പ്രഖ്യാപിക്കുകയാണ്, ദൈവം ഒരാടിനെ കരുതിയാൽ നീ വിടുവിക്കപ്പെടും. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും, ജീവിതത്തിൽ ഒരു സാധ്യതയില്ലെങ്കിലും നീ വിശ്വാസത്താൽ ചിലത് പ്രഖ്യാപിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നൊരു ദൈവം നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റാൻ പോകുകയാണ്. നിന്റെ ഭാവിക്കകത്ത് വിടുതലുകൾ അയക്കാൻ പോകുകയാണ്. ഈ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ദൈവം നമുക്ക് വേണ്ടി ഒരു ആടിനെ കരുതുമെന്ന്, ദൈവം ഒരു ആടിനെ നോക്കിക്കൊള്ളുമെന്ന്. സത്യത്തിൽ ആ കാര്യം ദൈവം പറഞ്ഞതല്ല, ദൈവത്തെ അധികരിച്ചുകൊണ്ട് പറഞ്ഞ ഈ വാക്കിന് എൻ്റെ സ്വർഗം ആമേൻ പറഞ്ഞു. ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നീ പറയുന്ന വാക്കിന് ആമേൻ പറയുന്നൊരു സ്വർഗമുണ്ട്, ആമേൻ പറയുന്നൊരു സ്വർഗമുണ്ട്. ആ മനുഷ്യൻ്റെ വാക്കിനെ സ്വർഗം മുഖവിലയ്ക്കെടുത്തു. രണ്ടുപേരും കൂടെ മലമടക്കി ചവിട്ടിക്കൊണ്ട് മോറിയാമലയുടെ മലമടക്കി ചെന്ന് യാഗപീഠങ്ങൾ പണിത് കുഞ്ഞിനെ കൈയും കാലം കെട്ടി യാഗപീഠത്തിൽ വയ്ക്കുമ്പോൾ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയിരിക്കാം, പ്രതീക്ഷകളെല്ലാം താറുമാറായിരിക്കാം. പപ്പായോട് ചോദിച്ചിരിക്കാം മനസ്സുകൊണ്ട്, എൻ്റെ മമ്മിയോട്, താഴെ നിൽക്കുന്ന ബാല്യക്കാരോട് കള്ളം പറഞ്ഞല്ലേ, ഒരു വാക്കിലെങ്കിലും ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ മലമടക്ക് ചവിട്ടി കയറുകയില്ലായിരുന്നു. അതൊന്നും കേൾക്കാൻ കഴിയാതെ, അതൊന്നും കാണാൻ കഴിയാതെ ദൈവത്തോടുള്ള അനുസരണവും വിധേയത്വവും കൈമുതലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ കത്തിയെടുത്ത് തൻ്റെ മകനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പിന്നാമ്പുറങ്ങൾ ശബ്ദം കേട്ടു, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. എൻ്റെ ദൂതാതല്ല പ്രിയരെ, മകനെ യാഗം കഴിക്കണമെന്ന് ദൈവം പറഞ്ഞ നിമിഷം മുതൽ തൻ്റെ പിഞ്ചോമനെ വെട്ടുവാൻ വാള് വലിച്ചൂരിയ ആ നിമിഷം വരെ അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയൊരു ചിന്തയുണ്ട്. കാത്തിരുന്ന് കിട്ടി എൻ്റെ പിഞ്ചോമന മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരുപിടി ചാരമായി അവസാനിക്കും. പക്ഷേ ദൈവം അബ്രഹാമിന് വരുത്തിയ അവസാനം ഇസഹാക്കിൻ്റെ അവസാനമല്ല. ഒരാടിനെ കരുതി ഇസഹാക്കിന് വേണ്ടി ഒരു അവസാനം ദൈവം വരുത്തിയെങ്കിൽ ദൈവം വരുത്തുന്ന രണ്ടാമത്തെ അവസാനം ചില കരുതലുകളാണ്. എല്ലാം തീർന്നു തോന്നുന്നുണ്ടോ? എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നുണ്ടോ? ആരാധിക്കാനിട്ടല്ല,
ആരാധനയുടെ മല ചവിട്ടി കയറുമ്പോഴും എല്ലാം തീർന്ന നാം ഭക്ത മനസ്സിൽ മന്ത്രിച്ചിരിക്കാം. പക്ഷേ തൻ്റെ ഭക്തൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഒരാടിനെ കരുതി ഒരവസാനം വരുത്തിയെങ്കിൽ ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ആത്മഹത്യ ചെയ്യരുത്. ആ കയറുകൾ വലിച്ചെറിയണം, ആ വിഷക്കുപ്പി വലിച്ചെറിയണം. മരിക്കണമെന്ന ചിന്തയുടെ ആ ഗതികെട്ട ശക്തിയെ വലിച്ചെറിയച്ചു പറ, എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. സുഹൃത്തെ, നിനക്ക് ജോലിയില്ലാത്തതാണോ എൻ്റെ ഭാരം? നിന്റെ ഭാവിക്ക് വേണ്ടി അതിന് കരുതാനില്ലാത്തതാണോ ഭാരം? ഒത്തിരി പേരുടെ മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി കരുതി വെച്ചത് കാണുമ്പോൾ നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ല എന്ന നഷ്ടബോധത്തിലാണോ താങ്കൾ സഞ്ചരിക്കുന്നത്? ഞാൻ ആത്മാവി കൈമാറാം, നിനക്കൊരു സ്വർഗത്തിൽ അപ്പനുണ്ട്. അബ്രഹാമിന് വേണ്ടി കരുതലിൻ്റെ അവസാനം വരുത്തിയ ദൈവം ആത്മാവി പറയുന്നു, ഇസഹാക്കിൻ്റെ അവസാനമല്ല, ഇസഹാക്കിന് വേണ്ടി ഒരു ആടിനെ കരുതി എൻ്റെ ദൈവം ഒരു അവസാനം വരുത്തിയെങ്കിൽ ദൈവം വരുത്തുന്ന രണ്ടാമത്തെ അവസാനം അത് കരുതലുകളുടെ അവസാനമാണ്. മൂന്നാമതൊരു ചിന്ത പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്നാല് ചേവകരുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസ് നമ്മുടെ ചിന്തകൾക്കകത്ത് മായാതെ നിൽക്കുന്നൊരു കഥാപാത്രമാണ്. ജനത്തിൻ്റെ മുൻപിൽ നിർത്താൻ ഭാവിച്ചതിൻ്റെ തലേരാത്രി ചരിത്രം പഠിപ്പിക്കുന്നു. ജനത്തിൻ്റെ മുൻപിൽ നിർത്താൻ ഭാവിച്ചതിൻ്റെ തലേരാത്രി, ജനത്തിൻ്റെ മുമ്പിൽ നിർത്തിയാൽ ഉറപ്പാണ് പിറ്റേ ദിവസം വധിക്കപ്പെടും. സ്തെഫാനോസിന് സംഭവിച്ചത് അതാണ്, യേശുവിന് സംഭവിച്ചത് അതാണ്. ആ ഭീതിജനകമായ സാഹചര്യത്തിൽ കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ വളരെ നിശബ്ദനായി ശാന്തനായി ഉറങ്ങുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാം. പത്രോസ് എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ എവിടെ പഠിച്ചാലും ഉറക്കം തൻ്റെ കൂടപ്പുറപ്പാണ്. മറുരൂപമലയിൽ ഉറങ്ങി, ഗത്സമനത്തോട്ടത്തിൽ ഉറങ്ങി, മരിക്കാൻ മരണത്തെ അടുത്ത് കണ്ടപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഈ ഉറക്കത്തെ കണ്ടുകൊണ്ട് നാളുകൾക്ക് മുമ്പ് ഒരു ചിന്തകൻ ചോദിച്ചു, മനസ്സിലാക്കി പറഞ്ഞൊരാശയമുണ്ട്. എന്തുകൊണ്ട് പത്രോസ് ഉറങ്ങി? ഒരു വിമർശനത്തിന് ഉദാഹരണ ചിന്തയല്ലേ? കൊല്ലുന്ന വാളുകൾക്ക് മൂർച്ച കൂട്ടി അപ്പുറത്ത് വെച്ചിരിക്കുന്നു, വാറണ്ടുകൾ എഴുതി വെച്ചിരിക്കുന്നു, എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നിർണായക നിമിഷത്തിൽ നമ്മൾ ഉറങ്ങുമോ? നമ്മൾ ഉറങ്ങില്ല, നമ്മൾ ആരെയും ഉറക്കില്ല. ലോകത്തിലെല്ലാം വിളിച്ച് നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റ് അവതരിപ്പിക്കും. ഈ മനുഷ്യൻ ഉറങ്ങാൻ കാരണം എന്നാ? ആ ചിന്തകൻ പറഞ്ഞൊരാശയം അല്പരസകരമാണ്. പത്രോസ് കാരാഗിലോട്ട് കയറിയപ്പോൾ തൻ്റെ തലമുടിയിലെ ഒരു നാര് പിഴുതു നോക്കി, ഒന്നുപോലും വെളുത്തിട്ടില്ല. വെളുക്കാതെ വന്നപ്പോൾ അദ്ദേഹം കിടന്നുറങ്ങി. എന്താണെന്നറിയണ്ടേ? ആ ചിന്തകൻ പറഞ്ഞത്, യേശു ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന കാലത്ത് സ്വകാര്യമായി ഇദ്ദേഹത്തോടൊരു ആലോചന പറഞ്ഞു. നീ വൃദ്ധനായ ശേഷം നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവൻ പറഞ്ഞു, എടാ, എൻ്റെ തലമുടി നരച്ചിട്ടില്ല, എൻ്റെ മുഖത്ത് ചുളിവുകൾ ബാധിച്ചിട്ടില്ല, എനിക്കെതിരെ ഒരു കത്തിയല്ല, 1000 കത്തിക്ക് മൂർച്ച കൂട്ടിയാലും ഹെരോദാവേ നിനക്കെൻ്റെ രോമത്തെ തൊടാൻ പറ്റില്ല. ഞാൻ ആത്മാവി പറയുന്നു, ആരൊക്കെ നിന്റെ തലയ്ക്ക് വില പറഞ്ഞാലും ഇന്ന് പകൽ ആത്മാവ് ബന്ധനത്തെ പൊട്ടിക്കുകയാണ്. ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ജീവിതത്തെ തകർക്കുമെന്ന്, നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന്, നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് ആരൊക്കെ നിന്റെ ഭാവി വെച്ച് വില പറയുമ്പോഴും ആത്മാവ് ചില ജീവിതങ്ങളെ സന്ദർശിച്ച് ഇന്ന് പകൽ പുറത്തെടുക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ ഇന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് നിന്റെ ആ ദുഃഖത്തെ ആത്മാവ് ക്യാൻസൽ ചെയ്യുകയാണ്. നിനക്കെതിരെ ഭീഷണി വിതയ്ക്കുന്ന, നിന്റെ ആയുസ്സിന് വില പറയുന്ന, നിനക്ക് നല്ലൊരു വിവാഹം നടത്തത്തില്ലെന്ന് നിന്റെ ജീവിതത്തെ കണ്ട് ആരൊക്കെ എവിടൊക്കെ അടിച്ചിറക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ, ചില കിംവദന്തികൾ, ചില അപമാനങ്ങൾ, അത് നിമിത്തമായി നിന്റെ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലല്ലേ, ഒരു ഭീഷണിയിലല്ലേ? ആത്മാ പറയുന്നു, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അത് ആവിചാര മേഖലയിൽ നിന്നാകട്ടെ, അത് വെല്ലുവിളിയിൽ നിന്നാകട്ടെ, അപമാനത്തിൽ കൂടാകട്ടെ, ആക്ഷേപത്തിൽ കൂടാകട്ടെ, ആത്മാവിൽ ഇന്ന് പകൽ ഞാനതിനെ ക്യാൻസൽ ചെയ്ത് ചില ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി വേർതിരിക്കുകയാണ്. നിനക്കെതിരെ ആരൊക്കെ ആയുധത്തിന് മൂർച്ച കൂട്ടിയാലും എൻ്റെ കർത്താവ് അനുവദിക്കാതെ ഒന്നും നിന്റെ മേൽ വിജയിക്കത്തില്ല. കാരണം ഇന്ന് പകൽ അതിനെ തിരിച്ചുവിടുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ കർത്താവ് നിന്റെ മേൽ കൈമാറുകയാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നോക്കണമേ, സഭയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? നിവേദനത്തിന് സ്വാധീനമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല, അവർക്ക് ആരും ബന്ധമില്ല. സഭ ഒരു തരംതാണാവസ്ഥയിലാണ് അന്നത്തെ ലോകത്തിൽ കൂടെ കടന്നുപോയത്. അവർക്ക് വേണ്ടി വക്കാലത്ത് നടത്താൻ ആരുമില്ല. പക്ഷേ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി. ഞാൻ ആത്മാവി കൈമാറുന്നു, നിനക്ക് നിൽക്കാൻ പറ്റാത്ത ഇടത്ത് എൻ്റെ കർത്താവിൻ്റെ ദൂതൻ നിൽക്കാൻ പോവുകയാണ്. നിനക്ക് ചെല്ലാൻ പറ്റാത്ത രാജ്യത്ത് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ദൂതൻ ചെല്ലുകയാണ്. മാതാവേ, വിദേശത്തോട് തലമുറത്ത് നീ കരയല്ലേ? സ്തോത്രം, നല്ല ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടതാ, പക്ഷെ അവിടെ ചെന്നപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു, അല്ല തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി. ഒരു ഫോൺ കോൾ പോലും ഉപകാരമില്ലാത്ത തലമുറത്ത് നീ കരയല്ലേ? സ്തോത്രം, നിനക്ക് നാളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിനക്കൊരു വേദനയല്ലേ? ഞാൻ എങ്ങനെ അവിടെ ചെല്ലും? ഞാൻ എങ്ങനെയാണ് ജീവിക്കും? വചനം പറയുന്നു, അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ ഭാര്യയെക്കുറിച്ച്, നിൻ്റെ ഭർത്താവിനെക്കുറിച്ച്, നിൻ്റെ തലമുറയെക്കുറിച്ച് നാളെ നീ അഭിമുഖീകരിക്കുന്ന സകല പ്ലാറ്റ്ഫോമിനകത്തും എൻ്റെ ദൈവം നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൻ്റെ പ്രവചന ശബ്ദമായി കൈമാറുകയാണ്. നിനക്ക് നിൽക്കാൻ പറ്റാത്തടത്ത് ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഒന്ന് വിശ്വസ്തോത്രം പറയാൻ പറ്റുമോ? ഒറ്റയ്ക്ക് എന്നിട്ട് നടന്നില്ലല്ലോ, ആളുകളെ കൂട്ടിയിട്ട് നടന്നില്ലല്ലോ, നിയമപരമായിട്ട് പോയിട്ട് നടന്നില്ലല്ലോ. ഇന്ന് പകൽ പരീക്ഷാർത്ഥം പറ, യേശുവേ, ആ വചനം എന്നിൽ പ്രവചനമായി നിറവേറണം. എന്നെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച് അങ്ങയുടെ ദൂതനോടൊന്ന് കൽപ്പിക്കണമേ. അവൻ എന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ശ്രദ്ധിക്കണമേ, സഭ ശക്തമായി പ്രാർത്ഥിച്ചു. ഒരുറപ്പാണ്, പ്രാർത്ഥന ഉയർന്നാൽ
ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയാൽ സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ചില പ്രതിനിധികളെ കർത്താവ് അയക്കാൻ പോകുകയാണ്. നമുക്കറിയാം, വൻകിട 3 പ്രബലമായ രാജ്യങ്ങൾ യഹോശാഫാത്തിന് നേരെ സംഘർഷത്തിൻ്റെ യുദ്ധത്തിനും കടന്നു വന്നു. രാജ്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ഈ മനുഷ്യൻ, പടക്കൂട്ടങ്ങളുള്ള സൈനിക സന്നാഹമുള്ള ഈ മനുഷ്യൻ, അവന് മനസ്സിലായി, ഇതിനകത്ത് ജയിക്കാൻ എൻ്റെ ശക്തി പോരാ, എൻ്റെ പട്ടാളക്കാർ പോരാ, ഇതിനകത്ത് ജയിക്കാൻ എനിക്ക് ദൈവകരുടെ പിൻബലം ആവശ്യമാണ്. മനസ്സിലായോ? എല്ലാം ഉണ്ടെങ്കിലും ചില ജയങ്ങൾ ദൈവത്താലേ നടക്കത്തുള്ളൂ. പലയിടങ്ങളും പരാജയപ്പെട്ടില്ലേ? കഴിവും വിദ്യാഭ്യാസവും നിരീക്ഷണ പാഠവും കുശാങ്കര ബുദ്ധിയുമൊക്കെ തോൽവിയടഞ്ഞ് നിൽക്കുമ്പോഴും എഴുതി വെച്ചോണം, ചില ജയങ്ങൾ ദൈവത്താൽ സംഭവിക്കാൻ പോവുകയാണ്. സ്വത്രം. ഒരു രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന രാജാവ്, അവൻ മനസ്സിലായി, എനിക്ക് ഈ രാജ്യത്തെ ഈ വൻകിട ശക്തികളെ നേരിടാൻ ശക്തിയില്ല. അവൻ ദൈവസ്ഥൽ സമർപ്പിച്ചു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു പതിയിരിപ്പുകാരെ വരുത്തിയതുപോലെ ആത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് കഴിയാത്തത്, നിന്നെക്കൊണ്ട് കഴിയാതെ പോയത്, നിന്നെക്കൊണ്ട് സാധിക്കാതെ പോയത്, പലതിനെയും ചിലതിനെയും ജയിച്ചിട്ടും ഇന്നും തോൽവിയുടെ ഒരു കൂത്തരങ്ങായി താറടിക്കപ്പെട്ട നിന്റെ ജീവിതത്തെ കണ്ട് ആത്മാവ് പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ചില പതിയിരിപ്പുകാരെ ദൈവം വരുത്താൻ പോകുക. നിനക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വയ്ക്കുക, നീ ആരാധിക്കാൻ മനസ്സ് വയ്ക്കുക. ആരും കൂടെ വേണ്ടെന്നേ, ആ മുറി അടച്ചേച്ച് അകത്തിരുന്ന് കണ്ണുനീരോടെ കരമടിച്ച് ആരാധിക്കുക. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി ചില മേഖലയെ ചലിപ്പിക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്ന ഒരു പകലായി ഇത് മാറുകയാണ്. വിദേശ രാജ്യങ്ങളിൽ കേൾക്കുന്ന സുഹൃത്തെ, ആരും നിന്നെ പരിഗണിക്കാതെ വരുമ്പോൾ, ചില വിഷയത്തിനകത്ത് ഒറ്റപ്പെട്ടവനെ പോലെ ഇരിക്കുമ്പോൾ, ആത്മാ പറയുന്നു, നിനക്ക് വേണ്ടി ചില പതിയിരിപ്പുകാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ചില ജീവിതങ്ങൾ നിന്നെ തേടി വരാൻ പോകുകയാണ്. സഭ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തൊട്ടപ്പോൾ ചങ്ങല കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിച്ചൊരു ആലോചനയാണ്. ചങ്ങലയെ തൊട്ടപ്പെടുന്നല്ല, വിലാപ്പുറത്ത് തൊട്ടപ്പോൾ ചങ്ങല കയ്യിൽ നിന്ന് പോയി. ഒരു കാര്യം ഉറപ്പാണ്, നമ്മെ തൊട്ടാൽ നാവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അഴിയും. സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ സ്പർശനം നിങ്ങളിൽ വന്നാൽ, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വീണാൽ, ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ തടഞ്ഞത്, നിങ്ങളുടെ ഭാവിയെ തടഞ്ഞത്, നിങ്ങളുടെ മിനിസ്ട്രിയെ തടഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥതയെ തടഞ്ഞത് എല്ലാം അഴിയുകയാണ്. ഞാൻ ആത്മാവി കൈമാറുന്നു. താങ്കളെ തൊട്ടാൽ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അഴിയും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവ്, എന്നെ ഒന്ന് തൊടണം, എൻ്റെ വിഷയത്തെ അല്ല, എന്നെ തൊടണം. നമ്മെ തൊട്ടാൽ നാമുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അഴിയും. ഞാൻ ആത്മാവിൽ കാണുന്നു, ചില ഭാവിയുടെ വിഷയങ്ങൾ അഴിയപ്പെടുന്നു, ചില തലമുറയ്ക്ക് യാത്രകൾ ഒരുങ്ങുന്നു, ചില കുടുംബജീവിതങ്ങൾ പുനഃക്രമീകരിക്കപ്പെടുന്നു. ഒരു പുതുമ ജീവിതത്തിനകത്ത് കർത്താവ് വരുത്തുന്നു. ഈ പഴകിയ പശ്ചാത്തലങ്ങൾക്ക്, ഈ പഴകിയ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുമെന്ന് ഹൃദയത്തിനകത്ത് പേറുമ്പോൾ, ഈ മാസം പുതുക്കപ്പെടേണ്ട മാസമാകുമ്പോൾ, ദൈവം പുതുക്കപ്പെട്ട ആന്തരികമായി ഹൃദയത്തിൽ പുതുക്കം പ്രാപിച്ച സകല ദൈവമക്കളും വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ ചെയ്യുകയാണ്, ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. നമുക്കറിയാം, 2 ദൗത്യം കൊടുത്താണ് ദൂതനെ ദൈവം പുറത്തുവിട്ടത്. ഒന്ന്, പത്രോസിനെ രക്ഷിച്ച് സഭയ്ക്ക് കൊടുക്കുക, ഹെരോദാവിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു വരിക. ഞാൻ പറഞ്ഞു വേഗം അവസാനിപ്പിക്കാം. നോക്കൂ, പത്രോസിനെ ദൈവം രക്ഷിച്ച് സഭയ്ക്ക് കൊണ്ടുകൊടുത്തു. 2ാമത്തെ ദൗത്യം ഹെരോദാവിനെ അവസാനിപ്പിക്കുക. സ്തോത്രം. ഒരവസരം നോക്കി നടന്നപ്പോൾ ഒരു പ്രത്യേകമായ ദിവസം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഹെരോദ രാജാവ് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ യഹോവയുടെ ദൂതൻ അവനെ അടിച്ചു എന്നാണ് വചനം പറയുന്നത്. ശ്രദ്ധിക്കണം, കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. ദൈവം വരുത്തിയ അവസാനം പത്രോസിൻ്റെ അവസാനമല്ല, പത്രോസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഹെരോദാവിനെ കർത്താവ് അവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഹെരോദാവിന് സമാനമായ പ്രതിസന്ധികൾ, ഹെരോദാവിന് സമാനമായ കഷ്ടതകൾ, ഹെരോദാവിന് സമാനമായ പ്രതികൂലങ്ങൾ ഇന്ന് നിനക്ക് തടം കൽപ്പിച്ച് തീർക്കുമ്പോൾ ആത്മാവ് ഞാൻ കൈമാറുന്നു. ദൈവം നിനക്കൊരവസാനം വരുത്താൻ പോവുകയാണ്. ആ കണ്ണുകളെല്ലാം ഒന്നടഞ്ഞിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലം ഏതുമാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, സഞ്ചരിക്കുമ്പോഴാണോ ഈ സന്ദേശം കേൾക്കുന്നത്? അല്ല, ഏതെങ്കിലുമൊക്കെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ ഈ സന്ദേശം കേൾക്കുന്നത്? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഒരു മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യയാണ്. ഇന്നും അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇയ്യോബിനെ പോലെ പൈശാരിക മണ്ഡലങ്ങളും സുഹൃത്തുക്കളും, എന്തിനേറെ എൻ്റെതെന്നൊക്കെ അവകാശപ്പെട്ട മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ നിന്റെ അവസാനം കൊതിക്കുന്നുണ്ടോ? വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എങ്ങനെയെങ്കിലും നീ ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ നിരന്ന് നിൽക്കുന്നുണ്ടോ? ഞാൻ കൈമാറാം. ദൈവം ഇയ്യോബിന് വരുത്തിയതുപോലെ നിനക്കൊരവസാനം വരുത്തുന്നു. അത് ഇയ്യോബിൻ്റെ അവസാനമല്ല, ഇയ്യോബിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ആ രോഗത്തെ അവസാനിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പൈതലെ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ വിഷയത്തെ എൻ്റെ കർത്താവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. മോറിയാമലയിൽ കണ്ടോ, എൻ്റെ തലമുറ തീർന്നു, ഇനി എനിക്കൊരു തലമുറയില്ല എന്ന് ഭാരപ്പെട്ട മനുഷ്യന് ദൈവം വരുത്തിയ അവസാനം ആ പിഞ്ചോമനയുടെ അവസാനമല്ല,
ഒരാടിനെ കരുതി ഒരവസാനം വരുത്തിയതുപോലെ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ഈ മാസം ചില കരുതുകൾ നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി ചില കരുതലുകൾ ദൈവം വരുത്താൻ പോകുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കുമോ? 3, വാഗ്ദത്തമുള്ള പത്രോസിനെ ഇനി ഒരിക്കലും പ്രസംഗിക്കരുത്, ശുശ്രൂഷിക്കരുതെന്ന് പറഞ്ഞ് മതിൽക്കെട്ടുകൾക്കകത്ത് തളച്ചിട്ടപ്പോൾ ഒരു പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ആ ഭക്തനെ ദൈവം പുറത്തെടുത്ത് തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഹെരോദി ശക്തികളെ അവസാനിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഞാൻ കൈമാറുന്നു. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ വിഷയം അവസാനിക്കാൻ പോകുക. നിന്നെ നിരാശപ്പെടുത്തുന്ന ആ വിഷയം അവസാനിക്കാൻ പോകുക. നിന്റെ ഭാവിക്ക് വില പറയുന്നില്ലേ ചിലർ? നിന്റെ കുടുംബത്തിന് വില പറയുന്നില്ലേ ചിലർ? നീ നശിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പൈതലെ, ഈ വചനം കേട്ട ദൈവത്തിൻ്റെ ദാസനെ, താങ്കളുടെ അവസാനമല്ല, താങ്കളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ചിലതിനെ എൻ്റെ കർത്താവ് അവസാനിപ്പിക്കാൻ പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ടല്ലോ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചില അവസാനങ്ങൾ വരുത്തുന്ന ദൈവമാണ്. പിതാവേ, ഈ സന്ദേശം കേട്ട സകലമാന പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്താൽ കൽപ്പിതമായിരിക്കുന്ന ഒരു നല്ല അവസാനം ദൈവം വരുത്തണം. യഹോവ ഞങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തും. അത് ചില വിടുതലുകളായി, പുറത്തുവരവുകളായി, സൗഖ്യങ്ങളായി, കരുതലുകളായി ഈ ജനത്തിന് മേൽ ഇന്നു പകൽ സംഭവിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, ജനത്തെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.